നമസ്കാരം, ഞാൻ ഡോക്ടർ നിർമ്മ. ഈ മെയ് 10 ലോകമെമ്പാടും വേൾഡ് ലൂപ്പസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിന് വരുന്ന ഒരു തകരാറ് മൂലമാണ് ലൂപ്പസ് അഥവാ SLE എന്ന രോഗം ഉണ്ടാകുന്നത്. വളരെ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ എല്ലാവരെയും ഈ രോഗം ബാധിക്കാമെങ്കിലും സാധാരണ രീതിയിൽ 15 മുതൽ 45 വയസ്സിന് ഇടയിലുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണാറുള്ളത്. ഒരു 70% ആളുകളിലും ശരീരത്തിലെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു റാഷസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇതിനെ നമ്മൾ പ്രധാനമായും 3 ടൈപ്സ് ആയിട്ടാണ് പറയാറുള്ളത്. ഒന്ന് ഡിസ്കോയിഡ് അഥവാ ക്രോണിക് ലൂപ്പസ്, രണ്ടാമതായി സബ് അക്യൂട്ട്, മൂന്നാമതായി അക്യൂട്ട് ലൂപ്പസ്. ക്രോണിക് അഥവാ ഡിസ്കോയിഡ് ലൂപ്പസ് എന്നാൽ നമ്മുടെ ശരീരത്ത് തടിച്ച ചുമന്ന ചിതമ്പലോട് കൂടിയ പാടുകളായിട്ടാണ് കാണാറുള്ളത്. സബ് അക്യൂട്ട് മിക്കവാറും ഒരു റാഷ് പോലെയായിരിക്കും കാണാറുള്ളത്. ചില ആളുകളിൽ നമ്മുടെ മുഖത്ത്, നമ്മുടെ മൂക്ക് ഭാഗത്തും കവിളു ഭാഗത്തും അത് വെയിലിനോട് സെൻസിറ്റീവായി ഉള്ളതുപോലെ, അതായത് വെയിൽ കൊണ്ടാൽ ഈ പാടുകൾ കുറച്ച് കൂടുതൽ തടിച്ചു വരുന്നതായുള്ള രീതിയിൽ മിക്കവാറും അതൊരു ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു റാഷാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മാല റാഷ് അഥവാ ബട്ടർഫ്ലൈ റാഷ് എന്നാണ് പറയാറുള്ളത്. ഇതോടുകൂടി അതികഠിനമായ മുടി കൊഴിച്ചിൽ അഥവാ ക്ഷീണം, മൂക്കിൽ അഥവാ വായിൽ വ്രണങ്ങൾ പോലുള്ളവ, ചില ആളുകൾക്ക് വെയിലത്തിറങ്ങുമ്പോൾ കൂടുതൽ ലൈറ്റിനോടുള്ളൊരു സെൻസിറ്റിവിറ്റി, ഈ ലക്ഷണങ്ങളും SLE അഥവാ ലൂപ്പസ് എന്ന രോഗത്തോടു കൂടി കാണാറുണ്ട്. സാധാരണ രീതിയിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് മാത്രം ലൂപ്പസിനെ ഡയഗ്നോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ ഒരു ഏർലി സ്റ്റേജിൽ ചിലപ്പോൾ ഒരു ESRന്റെ ലെവൽ കൂടുക എന്നത് മാത്രമായിരിക്കും നമ്മൾ കാണാറുള്ളത്. ഇതോടുകൂടി ഇതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ വെള്ളകോശങ്ങൾ, അതായത് WBC കുറവ്, RBC കുറവ് മുതലായവ കാണാറുണ്ട്. ലൂപ്പസ് എന്ന രോഗം നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുന്നത് കൊണ്ട് തന്നെ ആ അവയവങ്ങളുമായി ബന്ധപ്പെട്ട ബ്ലഡ് ടെസ്റ്റുകൾ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരാറുണ്ട്. ഇതിന് ഏറ്റവും ആവശ്യമായ അല്ലെങ്കിൽ സ്പെസിഫിക് ആയ ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് സീറം ANA, അതായത് ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി ടെസ്റ്റ്. സാധാരണ രീതിയിൽ ഒരു 90% ആളുകൾ SLE പോസിറ്റീവായ ആളുകളിൽ ഈ ടെസ്റ്റ് പോസിറ്റീവായി വരാറുണ്ട്. പക്ഷേ ചിലപ്പോൾ SLE ഇല്ലാത്ത ആളുകളിലും ഇത് പോസിറ്റീവായി വരാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ രോഗലക്ഷണങ്ങൾ, ഒരു ക്ലിനിക്കൽ ഇവാലുവേഷൻ, ബാക്കി ബ്ലഡ് ടെസ്റ്റുകൾ, ഇതെല്ലാം കൂടിയാണ് നമുക്ക് ലൂപ്പസ് എന്ന അസുഖത്തെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു.